ശരി, ഞാൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ശരി. എന്താ എന്താ പറ്റിയ? ആരാ ഹോസ്പിറ്റലില്? അല്ല, ചിന്നുവും ദാസേട്ടൻ. എന്താ? കബഡി 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 അടുത്ത നീ പോ. കബഡി 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 അടുത്തുള്ള ഇറങ്ങ. കബഡി 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 മുന്നേ നീ ഇറങ്ങ. നീ ഇറങ്ങ. നീ ഇറങ്ങ. നീ അങ്ങോട്ട് നീ ശരി ശരി ശരി. കബഡി 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 എന്താ പറ്റിയ? അവിടെ എഴുതാം. ഇന്നിനി കഴിക്കാനൊന്നും വേണ്ടല്ലോ, ആവശ്യത്തിന് വയറ് നിറഞ്ഞില്ലേ? ഇനി ആ വക്കീൽ കൂട്ടുകൊണ്ട് കോടതിയിൽ കയറാൻ പാടില്ലെന്നാ രമാ മാഡം പറഞ്ഞിരിക്കുന്നത്. കണ്ണി കാണുന്ന പെമ്പിള്ളേരുടെ വാക്കും കേട്ട് ഓരോന്നിനെ ഇറങ്ങിത്തിരിക്കുമ്പോ ആലോചിക്കണം ഉള്ളതും കൂടി പോവുമെന്ന്. തന്റെ ഇവിടുത്തെ ഡ്രൈവർ ജോലിയും കൂടെ പോയാ താൻ പിന്നെ പട്ടിണിയായി പോവും. ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് വക്കീൽ കുപ്പായ എടുത്തിട്ടൊന്നുമല്ല. പിന്നെ അത് എനിക്ക് 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 എനിക്കൊരു ഹലോ ഹലോ മഹികുഞ്ഞെ, ഞാൻ അശോകൻ. ആ പറയട്ടാ. ഏത് ഹോസ്പിറ്റലാ? എപ്പോഴാ? ശരി, ഞാൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ശരി. എന്താ എന്താ പറ്റിയ? ആരാ ഹോസ്പിറ്റലില്? അല്ല, ചിന്നുവും ദാസേട്ടൻ. എന്താ എന്താ എന്റെ അച്ഛന് പറ്റിയ? ഒന്നുമില്ല, താരം നടങ്ങ്. ഞാനൊന്ന് പോയിട്ട് വരാം. ഞാനും വരുന്നു. ചിന്നു, ഞാനൊന്ന് പോയിട്ടിങ്ങ് വരാം. ദാസേട്ടന് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എനിക്കും അച്ഛനെ കാണണം മഹി, പ്ലീസ്. ശരി, താനു വാ, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം.
ചിന്നു നിക്ക്. എടോ ഞാനും വരുന്നു. താനൊന്ന് സമാധാനപ്പെട്. തന്റെ അച്ഛനൊന്നും സംഭവിക്കില്ല. ഏ, ചിന്നു എടോ ഞാനും വരുന്നു. താനീ പറഞ്ഞ സത്യമാണോ? ഓ നന്നായി. മിടുക്കന്മാരാ അവരെ ഞാൻ പ്രത്യേകം കാണുന്നുണ്ട്. ശരി ഒച്ചയ്ക്ക്. ഓ കുഞ്ഞോളെ, കുഞ്ഞോളോടൊരു കാര്യം പറയട്ടെ. എന്താ കുഞ്ഞോളെ, എന്താന്ന്? കുഞ്ഞോളെ നമ്മൾ ജയിച്ച് ശിവദാസനെ അവര് തീർത്തെന്ന്. സത്യമാണോ? ആ സത്യം. ഇപ്പോഴവരെ വിളിച്ചത് കബഡി കളിക്കിടയിലെ അപകടം. അതെ കുഞ്ഞോളെ, തലയടിച്ച് പൊടിച്ചാ ഒന്നേ. തലച്ചോറ് വരെ പൊട്ടി വെളി വന്നെന്നാ പറയുന്നേ. ഇപ്പൊ ചെറിയൊരു മൂടല് മാത്രമേ ഉള്ളൂ. എല്ലാം കണ്ട് പൊക്കെടുത്ത് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഉള്ള ജീവനം കൂടി പോവും. പോലീസുകാരില്ലേ, അവര് നമ്മുടെ ആൾക്കാരാണെന്നും അവര് മനപ്പുറം താമസിപ്പിച്ചേ ആശുപത്രി എത്തിക്കൂ. ഏതായാലും നല്ല മിടുക്കന്മാരെ പണി ഏൽപ്പിച്ചേ. അവന്മാര് പണി നല്ല വെടുപ്പായിട്ട് ചെയ്യുകയും ചെയ്തു. മതി. അവർക്ക് പറഞ്ഞതിലും കുറച്ച് പണം അധികം കൊടുത്തേക്ക്. ഭദ്രേട്ടാ, ഈ കേസ് അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ അടുത്ത കൊട്ടേഷൻ കൊടുക്കാനുണ്ട്. അതാർക്കാ? അത് ഞാൻ വഴിയെ പറയാം. ആദ്യം ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് അറിയട്ടെ. ഇനിയിപ്പോ അതിനെന്താ അറിയാതിരിക്കുന്നേ? ഇനി 16 ശിവദാസന്റെ കുടിയടിയന്തരം, 41 അസ്ഥി ഒഴുക്കല്. അയ്യോ, സിസ്റ്റർ, എന്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പേഷ്യന്റിന്റെ പേര്? ശിവദാസൻ. ശിവദാസൻ. ചിന്നു എന്റെ അച്ഛൻ. പേടിക്കണ്ട. താനൊന്ന് സമാധാനപ്പെട്. തന്റെ അച്ഛനൊന്നും വരില്ല. നിങ്ങളാരാ? ശിവദാസന്റെ മകനാണോ? അല്ല, ഇത് മകളാ. സിസ്റ്റർ, എന്തായി? ബോഡി ഇപ്പൊ പുറത്തേക്ക് എടുക്കും. തൽക്കാലം മോർച്ചറിയിലേക്ക് മാറ്റും. പോലീസ് വന്നിട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ. ചിന്നു എടോ, എനിക്ക് എന്റെ അച്ഛനെ വേണം. കരയല്ലേ? താൻ കരയല്ലേ?